വീട് വെച്ച് നൽകിയത് സുധിയുടെ മക്കൾക്കാണ്. മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവും ഇല്ല. സുധിയുടെ ഭാര്യ രേണുവിന് പോലും. തൃശൂരിൽ കാർ അപകടത്തിൽ മരണപ്പെട്ട നടനും ഹാസ്യതാരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ പുതിയ റീൽസ് വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സുധിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയ KHD കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പും രംഗത്തെത്തുകയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അഭിനയിച്ച പുതിയ റീൽസിന് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം പുറത്തുവരുന്നത്. വീടും സ്ഥലവും മക്കളുടെ പേരിലാണ് നൽകിയതെന്നും വീട് നൽകിയെന്ന് കരുതി അവർക്ക് മറ്റ് ജീവിത ആവശ്യങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും KHD കേരള ഡിസൈൻ ഗ്രൂപ്പിലെ ഫിറോസ് വ്യക്തമാക്കുകയാണ്. കുടുംബത്തെ നോക്കാൻ അവർ ജോലി ചെയ്യട്ടെ, വീടും സ്ഥലവും കിട്ടിയതുകൊണ്ട് വയറ് നിറയില്ല, അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നമ്മൾ എന്തിനാണ് സദാചാര പോലീസ് ആകുന്നതെന്നാണ് ഫിറോസ് ഇപ്പോൾ പങ്കുവെച്ച കുറിപ്പിൽ ചോദിക്കുന്നത്. കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് പങ്കുവയ്ക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവർക്കൊരു വീട് നൽകാൻ തയ്യാറായി ഞങ്ങൾ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് മുന്നിൽ വന്ന സമയം അന്ന് ആദ്യ മീറ്റിംഗ് 24 ചാനലിന്റെ ഓഫീസിൽ നടക്കുന്നു. ടിനി ടോം, KS പ്രസാദേട്ടൻ എന്നീ സിനിമാ പ്രവർത്തകരും ശ്രീകണ്ഠൻ നായർ പിന്നെ ഞാനും ഷാബൂസും ഷിയാസുമായിരുന്നു ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. അന്ന് അവരുടെ ഭാഗത്തുനിന്ന്, അതായത് സുധിയുടെ ഫാമിലി ഏറ്റവും അടുത്തറിയുന്നവർ എന്ന നിലയിൽ സംസാരിച്ചവരുടെ ഭാഗത്തുനിന്ന് വന്ന ആദ്യ നിർദ്ദേശം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം സുധിയുടെ ഭാര്യ അഭിനയിച്ച ഈ താഴെ കാണുന്ന വീഡിയോ ഷൂട്ടിന്റെ ലിങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നു എന്ന് മാത്രമല്ല പല സമയത്തും പലരും ഉന്നയിച്ച ഒരു ആശങ്കയ്ക്ക് വിരാമമിടാനും കൂടിയാണ്. അന്ന് ആദ്യ മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനം മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് മാത്രമാണ് ബഹുമാനപ്പെട്ട ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും അവിടെ ഞങ്ങൾ നൽകിയ വീടിനും അവകാശമുള്ളൂ എന്നതാണ്. ആ വീടും സ്ഥലവും 15 വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല എന്നതും ആ ആധാരത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുള്ളതാണ്. പറഞ്ഞു വന്നത് ഇത്രയാണ്: കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഞങ്ങൾ നൽകിയ വീടിന്റെ പൂർണ്ണ അവകാശികൾ അദ്ദേഹത്തിന്റെ 2 മക്കൾ മാത്രമാണ്. മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവുമില്ല. ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന ആശങ്കയും ആർക്കും വേണ്ട. നമുക്കെല്ലാവർക്കുമുള്ള അതേ ജനാധിപത്യ സ്വാതന്ത്ര്യം കൊല്ലം സുധിയുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടെന്ന കാര്യവും കൂട്ടിച്ചേർക്കുന്നു. അവരുടെ കുടുംബത്തെ നോക്കാൻ അവർ ജോലി ചെയ്യട്ടെ, വീടും സ്ഥലവും മാത്രമാണ് അവർക്ക് കിട്ടിയത്, അതുകൊണ്ട് അവരുടെ വയർ നിറയില്ലല്ലോ, അവർ അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നമ്മളെന്തിന് സദാചാര പോലീസാകുന്നു, നമ്മുടെ കടമ നമ്മൾ നിറവേറ്റി കഴിഞ്ഞു എന്നാണ്. അതേസമയം സുധിയുടെ ഭാര്യ രേണുവിന്റെ പുതിയ റീൽസ് വീഡിയോ പുറത്തിറങ്ങിയതോടെയാണ് രേണു സുധിയെ കടന്നാക്രമിച്ച സൈബർ ലോകവും എത്തുന്നത്. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ഗാനത്തിന്റെ റീൽസിലാണ് നായകനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചത് ചിലരെയെങ്കിലും ചൊടിപ്പിച്ചത്. സുധിയെ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നത്, നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നായിരുന്നു കമന്റുകൾ. ഇതിന് പിന്നാലെ ഈ വിമർശനങ്ങൾക്കെതിരെ മറുപടിയുമായി രേണു തന്നെ രംഗത്തെത്തുകയും ചെയ്തു. ഇതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നും അഭിനയം തന്റെ ജോലിയാണെന്നും രേണു വ്യക്തമാക്കുകയാണ്. ഇത്തരം വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തന്റെ തീരുമാനമെന്നുമായിരുന്നു രേണുവിന്റെ മറുപടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.